KB ഗണേഷ് കുമാർ വേണ്ടെന്നും CPM വേണമെന്നും പറയുന്ന ഇലക്ട്രിക് ബസ്സുകളുടെ സത്യം എന്താണ്? ഇത് KSRTCയെ മുടിക്കാൻ പോകുന്ന മറ്റൊരു മണ്ടൻ പദ്ധതിയാണോ? ആകെ 110 ബസ്സുകളാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഓടുന്നത്. രണ്ട് തരത്തിൽ ലാഭവും നഷ്ടവും വിലയിരുത്താം. ഒന്ന്, ദൈനംദിന വരവും ചെലവും തമ്മിൽ താരതമ്യം ചെയ്തിട്ട്. മറ്റൊന്ന്, ഈ പരിപാടി തുടങ്ങാൻ മുടക്കിയ പണം, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടി പരിഗണിച്ചിട്ട്. നമുക്കാദ്യം ഇലക്ട്രിക് ബസ്സിൻ്റെ ദൈനംദിന വരവും ചെലവും നോക്കാം. കഴിഞ്ഞ 9 മാസത്തിൽ ഈ വകയിൽ 2,88 ലക്ഷം രൂപയാണ് ലാഭമായി ലഭിച്ചത്. ഈ വിവരം KSRTCയുടെ വാർഷിക കണക്കിൽ പറയുന്നതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി പറയാം. 1 കിലോമീറ്റർ വണ്ടി ഓടുമ്പോൾ 36 രൂപ 66 പൈസയാണ് ടിക്കറ്റ് ഇനത്തിൽ കിട്ടുന്നത്. ജീവനക്കാരുടെ ശമ്പളം, അറ്റകുറ്റപ്പണി അടക്കമുള്ള ചിലവുകളെല്ലാം കൂടി 27 രൂപ 33 പൈസ. ലാഭം 8 രൂപ 21 പൈസ. ഇതുവരെ ഓടിയത് 35 ലക്ഷം കിലോമീറ്റർ. 8 രൂപ 21 പൈസ ഗുണം 35 ലക്ഷം കിലോമീറ്റർ ഈക്വൽ ടു 2,88 ലക്ഷം രൂപ. പക്ഷെ കൈയടിക്കാൻ വരട്ടെ. ഇനി ബസ്സുകൾ വാങ്ങിയതിനും ഈ സംവിധാനം തുടങ്ങിയതിനും ചിലവായ പണം, നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടി കൂട്ടട്ടെ. ആദ്യത്തെ 50 ബസ് വാങ്ങാൻ 52 കോടി രൂപ സർക്കാർ കിഫ്ബി വഴി തന്നു. അതിൻ്റെ പണം 6 മാസം കൂടി കഴിയുമ്പോൾ ജൂലൈ മുതൽ തിരികെ കൊടുത്തു തുടങ്ങണം. 4% പലിശ സഹിതം. ഓരോ മാസവും ഇത് 43 ലക്ഷം രൂപ വരെ വരുമത്രേ. പിന്നെ 60 ബസ് തന്നത് കേന്ദ്ര സർക്കാരാണ്. അതിന് 1 കിലോമീറ്റർ ഓടുമ്പോൾ 28 രൂപ തിരിച്ചടയ്ക്കണം. അത് ഒരു മാസം 1 കോടി രൂപ. ആകെ 1,43 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം. ഒരു മാസം എത്ര വരവുണ്ടാകും? ശരാശരി 3,88,000 കിലോമീറ്റർ ഓടുന്നു എന്ന കണക്കിൽ 31,93,000 രൂപ ലാഭം. അതായത് 1,43 ലക്ഷം രൂപ തിരിച്ചടവും ലാഭം 31,93,000 രൂപയും. കണക്കുകളുടെ കാര്യത്തിൽ ഗണേഷ് കുമാർ പറഞ്ഞതാണ് ശരി. ഒരു വർഷം 13 കോടിക്ക് മുകളിൽ നഷ്ടം. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഇലക്ട്രിക് ബസ് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നേ ഇല്ല എന്ന് തന്നെ പറയാം. ചെറു ബസ് ആയതുകൊണ്ട് തന്നെ എല്ലാ റൂട്ടിലും എത്തും. ടിക്കറ്റ് നിരക്ക് 10 രൂപയേ ഉള്ളൂ എന്നുള്ളത് സാധാരണക്കാർക്കും വലിയ ആശ്വാസമാണ്. തീരുമാനമെടുക്കുമ്പോൾ ഇതുകൂടി പരിഗണിക്കേണ്ടി വരും. അതിന് എത്ര രൂപ വരെ നഷ്ടം സഹിക്കാമെന്നത് സർക്കാർ തീരുമാനിക്കണം.